ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രണ്ട്ലി PSC. ഞാൻ ആര്യ. നമ്മൾ 2024 ഓഗസ്റ്റ് മാസത്തെ കറണ്ട് അഫേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ 2024 കറണ്ട് അഫേഴ്സ് നമ്മൾ ഒരു സീരീസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ജൂലൈ മാസത്തെ കറണ്ട് അഫേഴ്സ് ലെച്ചൂസ് എജു ടിപ്സിൽ ലെച്ചു മിസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ PDF ലെച്ചൂസ് എജു ടിപ്സ് ആപ്പിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്ന ഓഗസ്റ്റ് മാസത്തെ PDF ഫ്രണ്ട്ലി PSC ആപ്പിൽ ഫ്രീ ഡൗൺലോഡ്സിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അത് എടുക്കാവുന്നതാണ്. അതുപോലെ PSC മലയാളം കോഴ്സ് നമ്മുടെ ഫ്രണ്ട്ലി PSC ആപ്പിൽ അവൈലബിൾ ആണ്. സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഡിഗ്രി ലെവൽ ബാച്ചുകളൊക്കെ അതിൽ കിട്ടും. അപ്പൊ മലയാളം ബുദ്ധിമുട്ടുള്ളവർക്കും എന്റെ ക്ലാസ് പെട്ടെന്ന് കോഡിലൂടെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നവർക്കും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. 2024 ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 7 അപ്പൊ സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനമായിട്ട് ആചരിക്കുന്നത്. ലോക മുലയൂട്ടൽ വാരമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 1 മുതൽ 7 വരെയാണ്. ലോക ഫോക്ലോർ ദിനം ഓഗസ്റ്റ് 22. അതായത് അഥീനിയം മാസികയിലാണ് ഫോക്ലോർ എന്ന പദം ആദ്യമായിട്ട് അച്ചടിച്ചു വന്നത്. അപ്പൊ ആ ദിവസത്തെ അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓഗസ്റ്റ് 22 ലോക ഫോക്ലോർ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിലെ കേരള ഫാക്ട്സ്, ഇന്ത്യ ഫാക്ട്സ്, വേൾഡ് ഫാക്ട്സ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുപോലെ ഓഗസ്റ്റിലെ പാരാലിമ്പിക്സിന്റെ ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം 2024 കറണ്ട് അഫേഴ്സ് എന്ന പ്ലേലിസ്റ്റിൽ ഉണ്ട്. കേരള ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം ടി പത്മനാഭനാണ് ലഭിച്ചത്. അദ്ദേഹം കഥാകൃത്താണ്. അപ്പൊ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം ടി പത്മനാഭൻ നേടി. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ കഥാകുലപതി പുരസ്കാരവും ടി പത്മനാഭനാണ് ലഭിച്ചത്. ബഹ്റൈൻ കേരളീയ സമാജത്തിന്റെ കഥാകുലപതി പുരസ്കാരം ടി പത്മനാഭൻ. സ്കൂൾ സമയം 8 മുതൽ 1 മണി വരെയാക്കാൻ ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് ഖാദർ കമ്മിറ്റി. അപ്പൊ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ പഠനം നടത്തിയ കമ്മിറ്റി ഏതാണ്? ഖാദർ കമ്മിറ്റിയാണ്. അതുപോലെ സംസ്ഥാനത്തെ എല്ലാ ഹൈസ്കൂളുകളും 12ാം ക്ലാസ് വരെയാക്കി സെക്കൻഡറി ആക്കാൻ ശുപാർശ ചെയ്തതും ഖാദർ കമ്മിറ്റിയാണ്. രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലെ എവിടെ വെച്ചാ നടന്നത്? ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു. മികച്ച ലോങ് ഡോക്യുമെന്ററി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വസുധൈവ കുടുംബകമാണ്. വസുധൈവ കുടുംബകം സംവിധാനം ചെയ്തത് ആനന്ദ് പട്വർദ്ധൻ ആണ്. അപ്പൊ രാജ്യത്തെ ജാതി വ്യവസ്ഥയ്ക്കൊക്കെ എതിരെ അതിന്റെ കാഴ്ചപ്പാടുകളൊക്കെ പങ്കുവെച്ച ഈ ചിത്രത്തിനാണ് ഓസ്കാർ നോമിനേഷനും ലഭിച്ചത്. അപ്പൊ വസുധൈവ കുടുംബകത്തിനാണ് ഓസ്കാർ നോമിനേഷനും ലഭിച്ചത്. കോടതി നടപടികളുടെ ലൈവ് സ്ട്രീമിംഗ് സ്വന്തമായ പ്ലാറ്റ്ഫോം വികസിപ്പിച്ച ഹൈക്കോടതി കേരള ഹൈക്കോടതിയാണ്. അപ്പൊ കോടതി നടപടികൾ ലൈവ് സ്ട്രീം ചെയ്യുന്നതിനായിട്ട് സ്വന്തമായിട്ട് പ്ലാറ്റ്ഫോം വികസിപ്പിച്ച ഹൈക്കോടതി ഏതാണ്? കേരള ഹൈക്കോടതിയാണ്. പിന്നെ കേരളത്തിലെ ഉരുൾപൊട്ടൽ ഭീഷണി പട്ടികയിൽ പെടാത്ത ഒരേ ഒരു ജില്ലയാണ് ഏത്? ആലപ്പുഴ ജില്ല. അപ്പൊ ഉരുൾപൊട്ടൽ ഭീഷണി ഇല്ലാത്ത ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. കേരളത്തിലെ ആദ്യ മറൈൻ ഓഷ്യനേറിയം നിലവിൽ വരുന്നത് കൊല്ലത്താണ്. കേരളത്തിലെ ആദ്യത്തെ മറൈൻ ഓഷ്യനേറിയം നിലവിൽ വരുന്നത് എവിടാണ്? കൊല്ലത്താണ്. പിന്നെ ഓണത്തിന് വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഓണക്കനി എന്നാണ്. വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാനായിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഓണക്കനി. അതുപോലെ ഓണത്തിനായിട്ട് ഓണപ്പൂ കൃഷിയിലെ സ്വയം പര്യാപ്തത കൈവരിക്കാനായിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? നിറപ്പൊലിമയാണ്. അപ്പൊ പൂകൃഷിക്ക് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതി നിറപ്പൊലിമയും വിഷരഹിത പച്ചക്കറിക്ക് ആരംഭിച്ചത് ഓണക്കനിയുമാണ്. കേരള ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനായത് ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാറാണ്. കേരള ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ. കേരളത്തില് കാർഷിക സേവനങ്ങൾക്ക് ഏകജാലക സംവിധാനം കൊണ്ടുവരാനായിട്ട് തയ്യാറാക്കിയ ആപ്പിന്റെ പേരാണ് കതിർ ആപ്പ്. കതിർ ആപ്പിന്റെ ഫുൾ ഫോം എന്താണ്? കേരള അഗ്രികൾച്ചർ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി എന്നാണ് കതിർ ആപ്പിന്റെ ഫുൾ ഫോം. അപ്പൊ അതിലിത് കണ്ടോ? ഫോട്ടോയിൽ കണ്ടോ? വെതർ അലേർട്ട്. ഇപ്പൊ മഴയൊക്കെ ഉണ്ടെങ്കിൽ അത് ആപ്പില് കൃഷിക്കാർക്ക് ഇന്ന മഴയുണ്ട് അങ്ങനെയുള്ള ഒരു അലേർട്ടൊക്കെ കൊടുക്കും. ശാസ്ത്ര സാങ്കേതിക മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നേടിയ മലയാളികളുണ്ട് 2 പേര്. ഡോക്ടർ അന്നപൂർണെ സുബ്രഹ്മണ്യവും ഡോക്ടർ റെക്സി മാത്യു ആണ്. അപ്പൊ ശാസ്ത്ര ഗവേഷകർക്കുള്ള വിജ്ഞാനിക ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരമാണ് ഡോക്ടർ റോക്സി മാത്യു കോളിന് ലഭിച്ചത്. ഇനി ശാസ്ത്ര രംഗത്തെ വിശിഷ്ട സേവനത്തിനുള്ള വിജ്ഞാൻ ശ്രീ പുരസ്കാരമാണ് ഡോക്ടർ അന്നപൂർണി സുബ്രഹ്മണ്യന് ലഭിച്ചത്.
കാർബൺ ഇല്ലാത്ത മണ്ണും വായുവും ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് നെറ്റ് സീറോ കാർബൺ കേരളം. അപ്പൊ കാർബൺ ഇല്ലാത്ത മണ്ണും വായുവും ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് നെറ്റ് സീറോ കാർബൺ കേരളം. ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം, മാലിന്യ പരിപാലനം, അണുബാധ നിയന്ത്രണമൊക്കെ വിലയിരുത്തിയിട്ട് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കായകൽപ പുരസ്കാരം. അപ്പൊ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം, മാലിന്യ പരിപാലനം, അണുബാധ നിയന്ത്രണമൊക്കെ വിലയിരുത്തി കേരള സർക്കാർ നൽകുന്ന പുരസ്കാരത്തിന്റെ പേരെന്താണ്? കായകൽപ പുരസ്കാരം. അപ്പൊ അതിൽ ഫസ്റ്റ് കിട്ടിയത് പൊന്നാനി വിമൻ ചൈൽഡ് ഹോസ്പിറ്റലാണ്. 50 ലക്ഷം രൂപയാണ് നേടിയത്. അതുപോലെ നമ്മുടെ ഫ്രണ്ട്ലി PSCയുടെ മലയാളം ബുക്കിൽ നിന്ന് ആദ്യത്തെ 2 സെക്ഷനിൽ 8 മാർക്ക് വീതം ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ ബുക്ക് വാങ്ങുന്നവർക്ക് ഇതിന്റെ ന്യൂ എഡിഷൻ ക്ലാസ് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ മലയാള സാഹിത്യത്തിൽ നിന്ന് നമ്മുടെ ക്ലാസ്സുകളിൽ നിന്ന് ഒത്തിരി ചോദിക്കുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ PDF-ഉം കൂടെ ഇതിൻ്റെ പുതിയ ക്ലാസ്സിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബുക്ക് വാങ്ങുന്നവർക്ക് നമ്മുടെ ആപ്പിൽ 22 രൂപ മാത്രം അടച്ചാൽ 1 ഇയർ വാറണ്ടിയിൽ ബാക്കി ന്യൂ എഡിഷൻ ക്ലാസ് കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ ബുക്ക് വാങ്ങാത്തവർ വാട്സപ്പ് വഴി വാങ്ങുക കേട്ടോ. വാട്സപ്പ് വഴി വാങ്ങുന്നവർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. 16ാമത്തെ ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരം കാര്യവട്ടം വെച്ചാണ് നടന്നത്. അപ്പൊ അതില് ഓവറോൾ കിരീടം ആർക്കാ ലഭിച്ചേ? കേരളത്തിനാണ്. അപ്പൊ 16ാമത്തെ ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പില് ഓവറോൾ കിരീടം കേരളത്തിന് ലഭിച്ചു. ആരോഗ്യ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ആരോഗ്യ വകുപ്പിന്റെ ആർദ്ര കേരളം പുരസ്കാരം സംസ്ഥാന തലത്തിൽ ഫസ്റ്റ് ലഭിച്ചത് മണിയുടെ ഗ്രാമപഞ്ചായത്താണ്, എറണാകുളം. ഇനി ജില്ലാ പഞ്ചായത്തില് ഫസ്റ്റ് കിട്ടിയത് എറണാകുളത്തിനാണ്. ബ്ലോക്ക് പഞ്ചായത്തില് ഫസ്റ്റ് കിട്ടിയത് പേരാമ്പ്ര, കോഴിക്കോട്. മുനിസിപ്പാലിറ്റി വിഭാഗത്തിൽ ഫസ്റ്റ് ലഭിച്ചത് പൊന്നാനിയാണ്, മലപ്പുറം. കോർപ്പറേഷൻ വിഭാഗത്തിൽ ഫസ്റ്റ് കിട്ടിയത് തിരുവനന്തപുരമാണ്. കോഴിക്കോട് ഇന്ത്യൻ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കുറച്ച് വിളകളൊക്കെ വികസിപ്പിച്ചെടുത്തു. അപ്പൊ അതിന്റെ പേരുകൾ നമ്മൾ പഠിക്കണം. കേരളശ്രീ എന്ന് പറയുന്ന ജാതിക്ക, അമൃത് എന്ന് പറയുന്ന മാങ്ങ ഇഞ്ചി, IISR കാവേരി ഏലമാണ്, മനുശ്രീ ഏലമാണ്, RF290 പെരുംജീരകമാണ്, ഗുജറാത്ത് അജ്വായൽ 3 അയമോദകമാണ്. അപ്പൊ ജാതിക്ക ഏതാണ്? കേരളശ്രീ. അമൃത് മാങ്ങ ഇഞ്ചി, മനുശ്രീ ഏലം. ഇനി കാസർഗോഡ് കേന്ദ്ര തോട്ട ഗവേഷണ കേന്ദ്രത്തിലും വിളകൾ വികസിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പേരെന്താണ്? കൽപ്പസുവർണ എന്നും കൽപ്പശതാബ്ദി എന്നും പറയുന്ന നാളികേര ഇനം. ഇപ്പൊ കൽപ്പവൃക്ഷം വെച്ചിട്ട് ആ കൽപ്പം ചേർന്ന് വരുന്നത് നാളികേര ഇനമാണെന്ന് നമുക്ക് ഓർത്തൂടെ? അതുപോലെ VTLCH1, VTLCH2 കൊക്കോയാണ്. 2022 കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഹരിദാസ് സാവിത്രിക്കാണ്. നോവലിന്റെ പേര് സിൻ എന്നാണ്. 2022 കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ കടമ്മനിട്ട സാഹിത്യ പുരസ്കാരം ഹരിദാസ് സാവിത്രിക്കാണ്. നോവലിന്റെ പേര് സിൻ എന്നാണ്. പൈനാപ്പിൾ, വാഴപ്പഴം, കശുമാങ്ങ എന്നീ പഴങ്ങളിൽ നിന്ന് കേരള കാർഷിക സർവകലാശാല നിർമ്മിച്ച വൈനിന്റെ പേരാണ് നിള. അപ്പൊ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ച വൈനിന്റെ പേരെന്താണ്? നിള എന്നാണ്. ദേശീയ കായിക വേദിയുടെ ഉമ്മൻചാണ്ടി കായിക പുരസ്കാരം മികച്ച കായിക താരമായിട്ട് സെലക്ട് ചെയ്തത് ആരെയാണ്? PR ശ്രീജേഷിനെയാണ്. അപ്പൊ ദേശീയ കായിക വേദിയുടെ ഉമ്മൻചാണ്ടി കായിക പുരസ്കാരത്തിലെ മികച്ച കായിക താരമായത് PR ശ്രീജേഷ്. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡന്റ് ആയിട്ട് ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ CR പ്രവീൺ നായരാണ്. അപ്പൊ CR പ്രവീൺ നായരാണ് ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയുടെ കമാൻഡന്റ് ആയിട്ട് നിയമിതനായത്. പാറ്റ 2024 ഗോൾഡൻ അവാർഡ് ലഭിച്ചത് കേരള ടൂറിസത്തിനാണ്. അപ്പൊ പാറ്റ 2024 ഗോൾഡൻ അവാർഡ് കേരള ടൂറിസം. അപ്പൊ പാറ്റ ഫുൾ ഫോം എന്താണ്? പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ. പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷൻ ആണ് പാറ്റ. കേരള ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രനാണ്. കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനം ലക്ഷ്യമിട്ട് സംസ്ഥാന വ്യവസായ വകുപ്പ് ആരംഭിക്കുന്ന ഓൺലൈൻ ഇ-കൊമേഴ്സ് പോർട്ടലിന്റെ പേരാണ് കേശോപി. കേരളത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനം ലക്ഷ്യമിട്ട്
സംസ്ഥാന വ്യവസായ വകുപ്പ് ആരംഭിക്കുന്ന ഓൺലൈൻ ഇ കോമേഴ്സ് പോർട്ടൽ ആരാണ്? ഏതാണ്? കെ ഷോപ്പിയാണ്. 6ാമത് ആഗോള ആയുർവേദ ഉച്ചകോടിക്ക് വേദിയായത് കൊച്ചിയാണ്. അപ്പൊ 6ാമത് ആഗോള ആയുർവേദ ഉച്ചകോടി എവിടാ നടന്നത്? കൊച്ചിയിലാണ് നടന്നത്. മധ്യപ്രദേശ് സർക്കാരിന്റെ ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയ ഗായികയാണ് KS ചിത്ര. ലതാ മങ്കേഷ്കർ പുരസ്കാരം നേടിയത് KS ചിത്രയാണ്. കേരള ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ശാരദാ മുരളീധരനാണ്. ഇവിടെ ഒന്ന് വായിച്ചു നോക്കി. അതായത് നിലവിൽ ഉണ്ടായിരുന്ന ചീഫ് സെക്രട്ടറി വി വേണുവിന്റെ ഭാര്യയാണ് ശാരദ മുരളീധരൻ. ഇറ്റ് വിൽ ബി ദ ഫസ്റ്റ് ടൈം ഇൻ കേരള ദാറ്റ് എ വൈഫ് വിൽ ഫോളോ ഹെർ ഹസ്ബൻഡ് ആസ് ചീഫ് സെക്രട്ടറി. അപ്പൊ ഭർത്താവിന്റെ കയ്യിൽ നിന്നാണ് ആ സ്ഥാനം ഭാര്യയ്ക്ക് ലഭിക്കുന്നത്. അപ്പൊ കേരളത്തിൽ ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ. അപ്പോ വി വേണു എന്ന ചീഫ് സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് ഭാര്യയായ ശാരദ മുരളീധരനാണ് ചാർജ് ഏറ്റുവാങ്ങുന്നത്. കേരള ലോകായുക്തയായി ചുമതലയേറ്റത് ജസ്റ്റിസ് N അനിൽകുമാറാണ്. കേരള ലോകായുക്ത ജസ്റ്റിസ് N അനിൽകുമാർ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനത്തെ ആദ്യ നഗരം ഏതാണ്? മൂവാറ്റുപുഴയാണ്. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനത്തെ ആദ്യ നഗരം മൂവാറ്റുപുഴ. ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന കമ്മീഷണർ ഡോക്ടർ PT ബാബുരാജ് ആണ്. ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണർ ഡോക്ടർ PT ബാബുരാജ്. കേരള വിജിലൻസ് കമ്മീഷണറായി നിയമിക്കപ്പെട്ടത് യോഗേഷ് ഗുപ്തയാണ്. യോഗേഷ് ഗുപ്തയാണ് കേരള വിജിലൻസ് കമ്മീഷണറായിട്ട് നിയമിതനായത്. തരംതിരിക്കാൻ കഴിയാത്ത മാലിന്യം കത്തിച്ച് ഇന്ധനമാക്കുന്നതിനുള്ള പ്ലാന്റ് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. അപ്പൊ തരംതിരിക്കാൻ കഴിയാത്ത മാലിന്യം കത്തിച്ച് ഇന്ധനമാക്കുന്നതിനുള്ള പ്ലാന്റ് നിലവിൽ വരുന്നത് തിരുവനന്തപുരം. ഇനി ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട 2024 ഓഗസ്റ്റിലെ കറണ്ട് അഫയേഴ്സ് നോക്കാം. കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ DG ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായരാണ്. കരസേന മെഡിക്കൽ സർവീസിലെ ആദ്യ വനിതാ DG ലഫ്റ്റനന്റ് ജനറൽ സാധന സക്സേന നായർ. നിയമവിരുദ്ധ മതപരിവർത്തനത്തിന് എതിരായ നിയമം പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. നിയമവിരുദ്ധ മതപരിവർത്തനത്തിന് എതിരായ നിയമം പാസാക്കിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. ഫിജി സന്ദർശിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു. തെക്കൻ പസഫിക് ദ്വീപ് രാജ്യമായ ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി. അപ്പൊ അത് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ലഭിക്കുകയുണ്ടായി. രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി പുരസ്കാരം ഫിജി പ്രസിഡന്റ് റാത്തു വില്യം മെയ്വലിലി കറ്റോണിവേരയാണ് രാഷ്ട്രപതിക്ക് പുരസ്കാരം നൽകി ആദരിച്ചത്. ആ പ്രസിഡന്റിന്റെ പേരൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഒളിമ്പിക് ഗുസ്തിയിൽ ഫൈനലിൽ കടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് വിനേഷ് ഫോഗട്ട്. ഒളിമ്പിക് ഗുസ്തിയില് ഫൈനലിൽ കടക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം വിനേഷ് ഫോഗട്ട് ആണ്. പക്ഷേ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതിനാൽ വിനേഷ് ഫോഗട്ടിനെ അയോഗ്യയാക്കുകയാണ് ഉണ്ടായത്. അപ്പൊ 50 കിലോഗ്രാം വെയിറ്റിലാണ് മത്സരിച്ചത്. പക്ഷെ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ 50.100 ഗ്രാമും കൂടെ എക്സ്ട്രാ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടത്. പുതുശ്ശേരി ലഫ്റ്റനന്റ് ഗവർണർ ആയത് K കൈലാസനാഥനാണ്. പുതുശ്ശേരി ലഫ്റ്റനന്റ് ഗവർണർ K കൈലാസനാഥൻ. UPI പേയ്മെന്റുകളുടെ പരിധി 1 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയായിട്ട് RBI ഉയർത്തി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉയർത്തി. അപ്പൊ UPI പേയ്മെന്റുടെ പരിധി 1 ലക്ഷത്തിൽ നിന്ന് എത്രയിലേക്കാണ്? 5 ലക്ഷത്തിലേക്കാണ് ഉയർത്തിയത്. ഇനി റിസർവ് ബാങ്ക് അവതരിപ്പിക്കുന്ന വായ്പാ പ്ലാറ്റ്ഫോം ആണ് ULI. ULIയുടെ ഫുൾ ഫോം പഠിച്ചേ. ULI യൂണിഫൈഡ് ലെൻഡിങ് ഇന്റർഫേസ്. ULI യൂണിഫൈഡ് ലെൻഡിങ് ഇന്റർഫേസ്. അപ്പൊ ഈ ലോൺ സ്കാം ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ULI പ്ലാറ്റ്ഫോം കൊണ്ടുവന്നത്. ഒളിമ്പിക് ഹോക്കിയിൽ ഇന്ത്യക്ക് തുടർച്ചയായ 2ാമത്തെ വെങ്കലം. ഒളിമ്പിക് ഹോക്കിയിൽ ഇന്ത്യക്ക് തുടർച്ചയായ 2ാമത്തെ വെങ്കലം. ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ മുഖ്യ പരിശീലകനായിട്ട് നിയമിതനായത് ആരാണ്? PR ശ്രീജേഷ് ആണ്. അപ്പൊ ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ മുഖ്യ പരിശീലകൻ PR ശ്രീജേഷ്. പിന്നെ പാരീസ് ഒളിമ്പിക്കില് മെഡൽ പട്ടികയില് ഇന്ത്യയുടെ മെഡലുകൾ 1 വെള്ളി 5 വെങ്കലം 71ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അപ്പൊ പാരീസ് ഒളിമ്പിക് മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71. 1ാം സ്ഥാനം ആർക്കാണ്? US-നാണ്. 1ാം സ്ഥാനം US-ന്,
ഇന്ത്യക്ക് 71 സ്ഥാനം. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയ ഡയറക്ടർ ആയത് ധീരജ് സിംഗ് ആണ്. അപ്പൊ അദ്ദേഹം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ അഡീഷണൽ ഡയറക്ടർ ആയിരുന്നു. അപ്പൊ ഇപ്പൊ ഡെപ്യൂട്ടേഷനിൽ 5 വർഷത്തേക്കായിട്ടാണ് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ ഗഗൻയാൻ യാത്രികരിൽ നിന്ന് ആദ്യം ബഹിരാകാശം നടത്താൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻ ശുക്ലയെ തെരഞ്ഞെടുത്തു. അപ്പൊ ഇത്രയും പേരാണ് ഗഗൻയാൻ യാത്രയിൽ പോകുന്നത്. അപ്പൊ അതിലതേ ഇദ്ദേഹത്തെയാണ് ആദ്യം ബഹിരാകാശ യാത്ര നടത്താനായിട്ട് തെരഞ്ഞെടുത്തേക്കുന്നത്. പാരീസ് ഒളിമ്പിക്സ് 57 കിലോഗ്രാം വിഭാഗം ഗുസ്തിയില് പുരുഷ വിഭാഗത്തിൽ ഇന്ത്യക്ക് വെങ്കലം. അമൻ സെഹ്റാവത്ത് ആണ്. അമൻ സെഹ്റാവത്ത്. പാരീസ് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങില് ഇന്ത്യൻ പതാക ഏന്തിയത് PR ശ്രീജേഷ് ആണ്, ഹോക്കി താരം. അതുപോലെ മനു ഭാക്കർ ഷൂട്ടിംഗ്. കർണാടകയിലെ തുംഗഭദ്ര ഡാമിന്റെ ഒരു ഗേറ്റ് തകർന്നു. അപ്പൊ അതുകൊണ്ട് ബാക്കി ഷട്ടറുകളൊക്കെ തുറന്നു വിട്ട് അവിടെയൊക്കെ കുറച്ച് വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. അപ്പൊ മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ രാജ്യത്തെ 2ാമത്തെ സുർക്കി ഡാമാണ് തുംഗഭദ്ര ഡാം. ഇതിനെ പമ്പാസാഗർ എന്നും അറിയപ്പെടുന്നു. പാറ അടുക്കിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമാണിത്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയായി നിയമിതനായത് മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഗോവിന്ദ് മോഹനാണ്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ആയിട്ട് നിയമിതനായത് മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ ഗോവിന്ദ് മോഹനാണ്. എംപോക്സ് ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ലോകാരോഗ്യ സംഘടന. അപ്പൊ എംപോക്സ് മൂലമാണ് ലോകാരോഗ്യ സംഘടന കഴിഞ്ഞിടയ്ക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അപ്പൊ ED ഡയറക്ടറായിട്ട് നിയമിതനായത് IRS ഉദ്യോഗസ്ഥൻ രാഹുൽ നവീനാണ്. ED ഡയറക്ടറായി നിയമിതനായത് IRS ഉദ്യോഗസ്ഥൻ രാഹുൽ നവീൻ. ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത് TV സോമനാഥനാണ്. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി TV സോമനാഥ്. റെയിൽവേ ബോർഡ് ചെയർമാനും CEOയുമായിട്ട് നിയമിതനായത് സതീഷ് കുമാർ ആണ്. റെയിൽവേ ബോർഡ് ചെയർമാനും CEOയുമായിട്ട് നിയമിതനായത് സതീഷ് കുമാർ. ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായി അസമിൽ മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കാനുള്ള ബില്ലിന് നിയമസഭ അംഗീകാരം നൽകി. ഇപ്പൊ എവിടെയാണ് ഏക സിവിൽ കോഡ് നടപ്പാക്കാനുള്ള നിയമങ്ങളുടെ ഭാഗമായിട്ട് മുസ്ലിം വിവാഹ നിയമം റദ്ദാക്കാനുള്ള ബില്ലിന് നിയമസഭ അംഗീകാരം നൽകിയത്? ആസമിലാണ്. അറബിക്കടലിൽ ഗുജറാത്തിന് സമീപം രൂപപ്പെട്ട ചുഴലിക്കാറ്റിന്റെ പേരെന്താണ്? അസ്നയാണ്. അറബിക്കടലിൽ ഗുജറാത്തിന് സമീപം രൂപപ്പെട്ട ചുഴലിക്കാറ്റിന്റെ പേരാണ് അസ്ന. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ്ഷാ ആണ്. ജയ്ഷാ. അപ്പൊ രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ജയ്ഷാ. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിനോട് 5 പുതിയ ജില്ലകൾ കൂടി കൂട്ടിച്ചേർത്തു. ഏതൊക്കെയാണ് ജില്ലകള്? സൻസ്കർ, ദ്രാസ്, ഷാം, നുബ്ര, ചാങ്താങ്. സൻസ്കർ, ദ്രാസ്, ഷാം, നുബ്ര, ചാങ്താങ് എന്നീ 5 ജില്ലകളാണ് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിനോട് കൂട്ടിച്ചേർത്തത്. ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനിക പരിശീലന പരിപാടിയുടെ പേരെന്താണ്? മിത്രശക്തി എന്നാണ്. അപ്പൊ ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സൈനിക പരിശീലന പരിപാടിയാണ് മിത്രശക്തി. ഏഷ്യയിലെ സമ്പന്ന ഗ്രാമമായിട്ട് തിരഞ്ഞെടുത്തത് ഏതാണ്? മഥാപ്പർ ഗ്രാമം. എവിടാണ്? ഗുജറാത്ത്. അപ്പൊ ഗുജറാത്തിലെ മഥാപ്പർ ഗ്രാമത്തെയാണ് ഏഷ്യയിലെ സമ്പന്ന ഗ്രാമമായിട്ട് തിരഞ്ഞെടുത്തത്. ഹിമാചൽ പ്രദേശിൽ പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ഉയർത്തിയിട്ടുണ്ട്. ആ പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ഉയർത്തിയത് ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശിലാണ്. പാരീസ് ഒളിമ്പിക്സോടെ രാജ്യാന്തര ഹോക്കിയിൽ നിന്ന് വിരമിച്ച താരം ഏതാണ്? PR ശ്രീജേഷ് ആണ്. ഇപ്പൊ ആദര സൂചകമായിട്ട് 16ാം നമ്പർ ജേഴ്സി വിരമിക്കുന്നതായിട്ട് ഹോക്കി ഇന്ത്യ പ്രഖ്യാപിച്ചു. അപ്പോ ശ്രീജേഷിനുള്ള ആദര സൂചകമായിട്ട് അദ്ദേഹത്തിന്റെ ജേഴ്സി നമ്പർ 16 കൂടെ വിരമിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജേഴ്സി നമ്പർ 16 ആണ്. അതുപോലെ സച്ചിൻ 10, ധോണി 7. അപ്പൊ ഇതും അതുപോലെ തന്നെയാണ്. ഈ പറയുന്ന 10ാം നമ്പർ ജേഴ്സിയും 7ാം നമ്പർ ജേഴ്സിയും ഒക്കെ ആദര സൂചകമായിട്ട് വിരമിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതാണ്. അപ്പൊ ധോണി 7. അപ്പൊ ആ വള്ളി ഇടുന്ന പോലെ ധോണി, ഈ വള്ളി ഇടുന്ന പോലെ 7. സച്ചിൻ, ഈ ഇന്നിന്റെ 0 ഉണ്ടോ? 10. പിന്നെ ശ്രീജേഷിന്റെ ഓർത്ത് വയ്ക്കുക 16. PR എന്ന് പറഞ്ഞാൽ 16. ഓക്കെ ആണേ. PR ശ്രീജേഷ് 16, സച്ചിൻ 10, ധോണി ഈ 7. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ ഇന്ത്യൻ ഗുസ്തി താരം അമൽ ഷെരാവത്ത്. അതായത് ലോക റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്.
പാരീസ് ഒളിമ്പിക്സ് വെങ്കലം നേടിയ ഇന്ത്യൻ ഗുസ്തി താരമായ അമൽ ഷെരാവത്ത് ലോക റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ 1ാം സ്ഥാനം ആരാണ്? ജപ്പാന്റെ റീ ഹിഗുച്ചിയാണ്. 2024 അതായത് 78ാമത്തെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പ്രമേയമാണ് വികസിത ഭാരതം, വികസിത് ഭാരത് 2047. 2024 78ാമത്തെ സ്വാതന്ത്ര്യദിന പ്രമേയമാണ് വികസിത് ഭാരത് 2047. ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവില് വികസിപ്പിക്കുന്നതിനായിട്ട് ISRO രൂപകൽപ്പന ചെയ്ത ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ പേരെന്താണ്? SSLV എന്നാണ് കേട്ടോ. ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവില് വിക്ഷേപിക്കുന്നതിനുള്ള ISRO രൂപകൽപ്പന ചെയ്ത വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്താണ്? SSLV എന്നാണ്. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറിയായി നിയമിതനായത് IAS ഉദ്യോഗസ്ഥനായ രാജേഷ് കുമാർ ആണ്. കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായി നിയമിതനായത് KC വേണുഗോപാൽ ആണ്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാനായി നിയമിതനായത് KC വേണുഗോപാൽ. ESI കോർപ്പറേഷൻ ജനറൽ ആയിട്ട് നിയമിതനായത് അശോക് കുമാർ സിംഗ് ആണ്. ESI കോർപ്പറേഷൻ ജനറലായി നിയമിതനായത് അശോക് കുമാർ സിംഗ്. അടുത്തത് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാകുന്നത് വാധ്വാൻ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം ഇത് കണ്ടോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖമാകുന്നത് വാധ്വാൻ തുറമുഖം. ഇന്ത്യയുടെ 13ാമത്തെ തുറമുഖമാണിത് കേട്ടോ. ഇന്ത്യയുടെ 13ാമത്തെ തുറമുഖം. ഇന്ത്യയുടെ 2ാം ആണവ അന്തർവാഹിനിയാണ് INS അരിഘട്ട്. അത് നാവികസേനയുടെ ഭാഗമായി. അപ്പൊ ഇന്ത്യയുടെ 2ാം ആണവ അന്തർവാഹിനിയുടെ പേരെന്താണ്? INS അരിഘട്ട് ആണ്. ഇനി 1ാമത്തെ ഏതായിരുന്നു? INS അരിഹന്ത് ആയിരുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് കൊച്ചി വിമാനത്താവളത്തിലാണ് കേട്ടോ. രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് കൊച്ചി വിമാനത്താവളത്തിലാണ്. പിന്നെ RIP നമുക്ക് ബംഗാൾ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. ബംഗാൾ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. പിന്നെ മുൻ വിദേശകാര്യ മന്ത്രി നട്വർ സിംഗും അന്തരിച്ചു. അദ്ദേഹത്തിന്റെ ബുക്ക് വൺ ലൈഫ് ഈസ് നോട്ട് ഇനഫ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് വൺ ലൈഫ് ഈസ് നോട്ട് ഇനഫ്. വിഖ്യാത ഭരതനാട്യം കുച്ചിപ്പുടി നർത്തകി യാമിനി കൃഷ്ണമൂർത്തി അന്തരിച്ചു. അപ്പോ യാമിനി കൃഷ്ണമൂർത്തി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നൃത്തവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. CSIR മുൻ മേധാവി ഗിരീഷ് സായ്നി അന്തരിച്ചു. CSIR മുൻ മേധാവി ഗിരീഷ് സായ്നി അന്തരിച്ചു. അതുപോലെ മുൻ ക്രിക്കറ്റ് താരവും പരിശീലകനുമായിരുന്ന അൻഷുമാൻ ഗെയ്ക്വാദ് അദ്ദേഹവും അന്തരിച്ചു. മുൻ ക്രിക്കറ്റ് താരവും പരിശീലകനുമായിട്ടുള്ള അൻഷുമാൻ ഗെയ്ക്വാദ് അന്തരിച്ചു. വേൾഡുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. അടുത്തിടെ രാജിവെച്ച ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന. അതായത് റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കുറെ പ്രശ്നങ്ങളൊക്കെ നടന്നുവല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് രാജിവെക്കേണ്ടി വന്ന പ്രധാനമന്ത്രിയാണ് ഷെയ്ഖ് ഹസീന. ബംഗ്ലാദേശ് ഇടക്കാല ഗവൺമെന്റിന്റെ പ്രസിഡന്റ് ആണ് മുഹമ്മദ് ഷഹാബുദ്ദീൻ. ബംഗ്ലാദേശിലെ 25ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായത് സയ്യിദ് റഫാത്ത് അഹമ്മദ് ആണ്. സയ്യിദ് റഫാത്ത് അഹമ്മദ്. പാരീസ് ഒളിമ്പിക്സിൽ പോൾ വോൾട്ടിൽ ലോക റെക്കോർഡും സ്വർണവും നേടിയത് അർമാൻഡ് ഡുപ്ലാന്റിസ് ആണ്. സ്വീഡിഷുകാരനാണ്. 6.25 മീറ്റർ. 2028 ഒളിമ്പിക്സ് വേദി അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ്. 2028 ഒളിമ്പിക്സ് വേദി അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് ആണ്. ഇന്ത്യയുമായി സഹകരിച്ച് മാലിദ്വീപ് UPI അതായത് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. അപ്പൊ ഇന്ത്യയുമായിട്ട് സഹകരിച്ച് മാലിദ്വീപാണ് UPI പണമിടപാട് സംവിധാനം തുടങ്ങുന്നത്. മാലിദ്വീപിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ആണ്. മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു. മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാമിന്റെ സ്ഥാപകനും സിഇഒയുമായി ആയ പവേൽ ദുറോവ് അറസ്റ്റിലായി. അപ്പൊ പ്രൈവസിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പൊ മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാമിന്റെ സ്ഥാപകനും സിഇഒയുമായ പവേൽ ദുറോവ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഉള്ള രാജ്യങ്ങളുടെ പട്ടികയായ ഹെയ്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ 1ാമതെത്തിയത് സിംഗപ്പൂർ ആണ്. ഇന്ത്യയുടെ സ്ഥാനം 82 ആണ് കേട്ടോ. അപ്പൊ ലോകത്തെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് ഹെയ്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ 1ാമതെത്തിയത് സിംഗപ്പൂർ പാസ്പോർട്ട് ആണ്. തായ്ലൻഡിലെ പ്രധാനമന്ത്രിയായി നിയമിതയായത് പെയ്തോങ് താൻ ഷിനവസ്ത്രയാണ്. 37 വയസ്സേ ഉള്ളൂ. തായ്ലൻഡിലെ പ്രധാനമന്ത്രിയായി നിയമിതയായത്
പെയ്തോങ് താൻ ഷീനവത്ര 37 വയസ്സ്. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വക്ലോ ഹാവർ സെന്റർ എന്ന സംഘടനയുടെ 2024 ഡിസ്റ്റർബിംഗ് ദ പീസ് പുരസ്കാരം കിട്ടിയത് അരുന്ധതി റോയ്ക്കാണ്. അപ്പൊ 2024 ഡിസ്റ്റർബിംഗ് ദ പീസ് പുരസ്കാരം അരുന്ധതി റോയ്. അടുത്തത് സംഗാവോലി, ചൈനീസ് US ഭൗതിക ശാസ്ത്രജ്ഞനും നൊബേൽ സമ്മാന ജേതാവുമാണ് അദ്ദേഹം. അതുപോലെ നോബൽ സമ്മാനം ലഭിച്ച പ്രായം കുറഞ്ഞ രണ്ടാമത്തെ വ്യക്തിയും കൂടാണ്. അപ്പൊ അദ്ദേഹം മരണപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന് 30ാമത്തെ വയസ്സിലാണ് നോബൽ സമ്മാനം കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നോബൽ സമ്മാനം കിട്ടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? മലാല യൂസഫ്സായി ആണ്. 17ാമത്തെ വയസ്സിലാണ് ലഭിച്ചത്. അപ്പൊ ഇത്രയുമാണ് 2024 ഓഗസ്റ്റിലെ കറണ്ട് അഫയേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം.